അപ്പം ഗൈസ് നാളെ നമ്മുടെ ഷിംജാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടാ. പക്ഷെ എന്തൊരു പറയാൻ, കയ്യിലാണെങ്കിൽ ഒട്ടും പൈസ ഇല്ല. എൻ്റെ കയ്യിൽ എവിടെന്നോ കിട്ടിയ ഒരു ആക്രി സൈക്കിളാണ് ഉള്ളത്, വേറെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. പിന്നെ ഒരു വാടക വീട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടെ ഷിംജാൻ്റെ ബർത്ത്ഡേക്ക്. ഇനിയിപ്പോൾ വല്ല ബന്നു വല്ലതും വാങ്ങിച്ചു കൊടുക്കാം. ഇവിടെ ബന്നു വല്ലതും വാങ്ങിച്ചാൽ എൻ്റെ കയ്യിലുള്ള പൈസ അത്രയും തീരും. അതിനേ എൻ്റെ കയ്യിൽ പൈസയുള്ളൂ. ഇന്നിപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റൂല. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസയില്ല. നാളെ ഷിംജാന് ആ ബന്നു വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പൈസയാണ്. എന്തിനേയും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആരാ ഷിംജാനെ, നീ എന്താടാ ഇവിടെ? ഇവിടെ ഷിംജാനെ നീ എന്തൊരു പണിയാണ് കാണിച്ചത്. ഇവിടെ ബർത്ത്ഡേ പാർട്ടി ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു 5 പൈസ പോലും ഇല്ല. നിനക്ക് നാളത്തേക്ക് ഒരു കേക്ക് പോലും മേടിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ വിചാരിച്ചേക്കണ നാളെ നിനക്കൊരു ബന്നു വാങ്ങിച്ചു തന്ന് ബർത്ത്ഡേ ആഘോഷിക്കാമെന്നാണ്. അപ്പോഴാണ് നീ നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ. എടാ ഷിംജാൻ, എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ എടാ. പൈസ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരെയും വിളിച്ച് ഒരു വലിയൊരു പാർട്ടി എന്ന് നമുക്ക് നടത്താമായിരുന്നു. ഇന്നത്തേക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് പോലും അറിഞ്ഞൂടടാ. നാളെ നിനക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു ബന്നു വാങ്ങിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഷിംജാനെ അവൻ പോയി ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല. എൻ്റെ ഷിംജാൻ ഇനിയിപ്പോൾ ഒരു കേക്ക് മേടിച്ചു കൊടുക്കണം. ആ പാർട്ടി നല്ല അടിപൊളിയായിട്ട് നടത്തണം. ഇനിയിപ്പോൾ എല്ലാം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ അടുത്ത് പോയി പൈസ തരുമെന്നൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടൻ ചിലപ്പോൾ തരണമെങ്കിൽ, ഇതുവരെയായിട്ട് ഞാൻ ചോദിച്ചു നോക്കിയിട്ടില്ല, ചിലപ്പോൾ തരണമെങ്കിൽ എൻ്റെ ഷിംജാൻ ഒരു ചെറിയൊരു പാർട്ടിയെങ്കിലും നടത്തി കൊടുക്കാം. അവൻ്റെ ആഗ്രഹമല്ലേ. ഒരു ക്രീം കേക്ക് മേടിച്ചു കൊടുക്കുക. ഒരു വില പറഞ്ഞ വൈറ്റ് ഫോറസ്റ്റോ അല്ല ക്രീം കേക്ക് വല്ല വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ച് നോക്കാം. ഹലോ ചേട്ടാ, വീട്ടിലാരെങ്കിലും ഉണ്ടാ? ഹലോ ചേട്ടാ. ഏവനടാ പിച്ചക്കാരാ നീ? അയ്യോ ചേട്ടാ, എനിക്കൊരു കുറച്ച് 500 രൂപ തരുമോ? ഒന്ന് പോടാ പിച്ചക്കാരാ. വരണവർക്ക് പൈസ കൊടുക്കാനാ ഇവിടെ അട്ടിക്ക് പൈസ വെച്ചേക്കല്ലേ. പോടാ, വല്ല പണിയെടുത്ത് ജീവിക്കടാ. ഞാൻ എവിടെ ചോദിച്ചിട്ടും ജോലി കിട്ടുന്നില്ല ചേട്ടാ. എൻ്റെ ഷിംജാന് ഒരു കേക്ക് മേടിച്ചു കൊടുക്കാനായിരുന്നു. ഇനിയിപ്പോൾ വേണ്ട, ഞാൻ പോണ്. ഇനിയിപ്പോൾ ഞാൻ ഷിംജാൻ എന്ത് വാങ്ങി കൊടുക്കും? അവന് പാർട്ടിയൊക്കെ ഇനി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് കൊടുക്കും? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ സൈക്കിൾ വല്ലതും എടുത്ത് വിറ്റാലോ? ഇത് വിറ്റിട്ടും കാര്യമൊന്നുമില്ല ഗൈസ്. നമ്മുടെ ഇതിൻ്റെ അടുത്തുള്ളൊരു സൂ ഉണ്ട്. ആ സൂവിൽ പോയി ജോലി ചോദിച്ചു നോക്കാം. ചിലപ്പോൾ ആണെങ്കിൽ അവിടെയുള്ള ആൾ ജോലി തരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയി ഒന്ന് ജോലി ചോദിച്ചിട്ട് വരാം. കിട്ടണമെങ്കിൽ ഭാഗ്യം. എന്തായാലും കിട്ടണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോവാം. ഈ സൈക്കിളും ചവിട്ടി എൻ്റെ കാലിഴക്കണം. അങ്ങനെ സൂ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കിവിടെ പോയി ഒരു ജോലി ചോദിച്ചു നോക്കാം. കിട്ടണ പൈസയിൽ പകുതി വെച്ച് നമുക്കൊരു പുതിയൊരു അടിപൊളി സൈക്കിൾ എടുക്കാം. ഇലക്ട്രിക് സൈക്കിളോ വല്ലതും എടുക്കാം. എന്തായാലും നമുക്കിവിടെയുള്ള മുതലാളീൻ്റെ അടുത്ത് പോയി ജോലി വെച്ചിട്ട് വരാം. ആ മുതലാളി, എനിക്കൊരു ജോലി തരുമോ? അത്യാവശ്യമായിരുന്നു. എടാ, ഇവിടെ ജോലിക്ക് ഒരാൾ ആവശ്യമുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ നീ വന്ന്. നീ ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ തീറ്റി കൊടു. സാറേ, വളരെ നന്ദിയുണ്ട് കേട്ടാ. ഓടാ. പിന്നെ സാറേ, ഒരു ദിവസം എത്ര രൂപയാണ് ശമ്പളം? ഒരു ദിവസം നിനക്ക് 500 രൂപ വെച്ച് തരാടാ. ഓ സാറേ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ജോലി ചെയ്യാം. അങ്ങനെ ഒരു ജോലി സെറ്റായി. ഗൈസ് ഇവിടേക്ക് ഒന്ന് നോക്കിയിട്ട് നോക്കാം എന്തൊക്കെ മൃഗങ്ങളുണ്ടെന്ന്. അവിടെ ഗൈസ് ഒരു മുതലുണ്ട്. പിന്നെ ഇവിടെ ഒരു പോത്തുണ്ട് ഗൈസ്. ഡേഞ്ചറാണ് പോത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കണം. പോത്തിപ്പോൾ കൂട്ടിൻ്റെ അകത്തായതുകൊണ്ട് സേഫാണ്. പിന്നെ ഇവിടെ പട്ടിയുണ്ട്. ഇത്രയൊക്കെ തന്നെ തോന്നുന്നു ഗൈസ് നമ്മുടെ ഈ സൂവിൽ ഉള്ളത്. ഹായ് പോത്തേ, സുഖം തന്നെ പോത്തേ. നിങ്ങൾക്കൊക്കെ തീറ്റാരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തൊരു പറഞ്ഞാലും ഒരു 500 രൂപ വെച്ച് ഒരു ദിവസം കിട്ടുന്നത് നല്ലത് തന്നെ. 500 രൂപ വെച്ചൊരു ചെറിയൊരു കേക്കും ചെറുതായിട്ടൊക്കെ നമുക്കൊന്ന് ആഘോഷിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോയി ഇതിനുള്ള പില്ലൊക്കെ നമുക്ക് എടുത്തിട്ട് വരാം. ഇവിടെ അടുത്ത് പില്ലുണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ട് ഗൈസ്, കുറേ പില്ലുണ്ട്. ഇവിടെ പോയി നമുക്ക് പോത്തിനും പട്ടിക്കും മുതലേക്കുള്ള പില്ലും എടുക്കാം. ഇവിടെയുള്ള പില്ല് കണ്ടിട്ട് എനിക്ക് തന്നെ തിന്നാൻ തോന്നുന്നു ഗൈസ്. ഇവിടെ ഇഷ്ടം പോലെ പില്ലുണ്ട്. നമുക്കിവിടെയുള്ള പോത്തുകളെ വയറങ്ങ് നിറപ്പിക്കാം. ഗൈസ്, അങ്ങനെ ഇന്നത്തെ ജോലി കഴിഞ്ഞ്. സാറേ, ഇന്നത്തെ പൈസ? ഇന്നത്തെ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. എങ്കിൽ പിന്നെ ശരി സാറേ, ഞാൻ ഇവിടെയുള്ള അനിമൽസിന്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് പോവാണ്. ഇനി നമുക്ക് പോയി എൻ്റെ പോത്തുകുട്ടനും
മുതലക്കുട്ടനും പട്ടിക്കുട്ടനും നമുക്ക് പോയി ബായ് പറഞ്ഞിട്ട് അല്ല നമ്മളെ പോത്തുകുട്ടൻ എവിടെ പോയി? എടാ പോത്തുകുട്ട നീ എവിടെ പോയാടാ? കാണാനില്ലല്ലേ? നീ കൂടിൻ്റെ ഇടയിൽ കൂടെ പോയാ? എന്നാലും അത് എവിടെ പോയി കാണും? ഗായ്സ് നമ്മളെ പോത്ത് ഇവിടെ നിൽക്കുകയായിരുന്നു ഗൈസ്, കള്ളം പോത്ത്. എടാ പോത്ത് നിനക്ക് കൂട്ടിപ്പോയി ഇരുന്നൂടെ എടാ? എടാ പോത്തെ, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം വീട്ടിൽ പോകും. അപ്പോൾ ബായ്. അല്ല ഗൈസ് നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കിയിട്ടൊക്കെ വരാം. അവിടെയുള്ള കൂടും അവിടെ കുറേ പില്ലൊക്കെയാണ്. നമുക്ക് അവിടെ പോയി നിന്ന് കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. ഇവിടെ കാഴ്ച കാണാൻ വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും നമുക്ക് ഇവിടെ നിന്ന് ഈ ആകാശമൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പോകാം. അവിടെ അമ്പിളിമാമ ഉണ്ടായിരുന്നു. അല്ല ഈ പോത്ത് എന്തിനാണ് പറഞ്ഞത്? എടാ പോത്ത്, അയ്യോ അയ്യോ ഗൈസ് അയ്യോ. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ ആ പോത്ത് കുത്തി. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം. അവന്റെ ബോധമൊക്കെ പോയി. പോത്ത് എന്തിനാന്തോ ഈ ഫ്രാങ്ക്ലിനെ കുത്തി. എന്തായാലും നമുക്ക് വേഗം ആശുപത്രി പോവാം. അങ്ങനെ ആശുപത്രി എത്തി. നമുക്ക് വേഗം നമ്മുടെ ഫ്രാങ്ക്ലിനെ ആശുപത്രിൻ്റെ അകത്ത് കൊണ്ടുപോവാം. ആ ഫ്രാങ്ക്ലിൻ നീ പേടിക്കണ്ട. അയ്യോ ഗൈസ്, എന്നെ പോത്ത് കുത്തി. എന്നെ രക്ഷിച്ചത് ആ ഓണറാണ്. താങ്ക് യു ഓണർ സാറേ. ഓടാ നമുക്ക് വീട്ടിൽ പോണ്ടേ? അയ്യോ സാറേ, ഇന്ന് എൻ്റെ ഷിംജാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആണോടാ? എടാ ഫ്രാങ്ക്ലിനെ ബർത്ത്ഡേറ്റ് അവനും ഇന്നലെ പോയി സെലിബ്രേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതില്ലായിരുന്നാ? നീ ഉടനെ ജോലിക്ക് വന്ന് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേല്ലേ? സാറേ എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല സാറേ, ആകെ 10 രൂപയാണ്. അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ബന്നു മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. പക്ഷെ അവന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, അങ്ങനെ ഞാൻ ജോലിക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല സാറേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലേ? നീ വിഷമിക്കടാ ഫ്രാങ്ക്ലിനെ, ഞാൻ 30,000 രൂപ നിനക്ക് തരാം. താങ്ക് യു സാറേ. എടാ ഫ്രാങ്ക്ലിനെ ആ വഴി കൂടെ പോയാലല്ലേ നിന്റെ വീട് എത്തണ. ഓ സാറേ. പിന്നെടാ ഫ്രാങ്ക്ലിനെ നീ ഒട്ടും പേടിക്കണ്ട. ഞാൻ നിനക്ക് 30,000 രൂപ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഞാൻ നിനക്ക് ഇപ്പോ തന്നെ 30,000 രൂപ തരാം. താങ്ക് യു സാറേ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ സാറേ ഇവിടെ ഇറക്കിയാൽ മതി, ഞാൻ പൊക്കോളാം. പിന്നെ എന്നെ ഇങ്ങുവരെ കൊണ്ടാക്കിയതിന് നന്ദിയുണ്ട് സാറേ. പിന്നെ ശരി, ഞാൻ പോണ്. ഗായ്സ് ഇനി വേണം എൻ്റെ ഷിംജാനും ബർത്ത്ഡേ നല്ല അടിപൊളിയാക്കി കൊടുക്കാം. എന്തായാലും നമുക്ക് വേഗം പോയി ബർത്ത്ഡേ അടിപൊളിയാക്കി കൊടുക്കാം നമ്മളെ ഷിംജാന്. ആടാ ഷിംജാന് നീ വെളിയിലുണ്ടായിരുന്നു? അതെടാ ഷിംജാനെ, ഞാൻ ജോലിക്ക് പോയതായിരുന്നു സൂവില് നിനക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. അങ്ങനെ പോയപ്പോൾ അവിടെ വെച്ച് എന്നെ ഒരു കാള കുത്തി, ഞാൻ ആശുപത്രി കയറി. അങ്ങനെ ഒരു ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു. എടാ ഷിംജാൻ നീ വിഷമിക്കണ്ട, എൻ്റെ കയ്യിൽ 30,000 രൂപയുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാം. അതൊക്കെ ഞാൻ പിന്നെ പറയാം. വാടാ ഷിംജാൻ, നമുക്ക് ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. പിന്നെ ഗൈസ് കമൻറ്റ് ബോക്സിൽ ഹാപ്പി ബർത്ത്ഡേ ഷിംജാൻ എന്നും കൂടി കമൻറ്റ് ചെയ്യണേ. ഷിംജാൻ്റെ ആഗ്രഹം നിങ്ങളൊന്ന് സാധിച്ചു കൊടുക്കുമോ?